السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പുണ്യ റബീഅ് നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ഷഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കുന്ന സുന്ദര നിമിഷങ്ങൾ നമ്മളിലേക്ക് ആഗതമാവുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ മദ്രസകളിലും അതുപോലെ തന്നെ നമ്മളെല്ലാം ഒരുമിച്ച് കൂടി പള്ളികളിലും വീടുകളിലുമെല്ലാം മൗലിദിൻ്റെ സദസ്സുകൾ അതോടൊപ്പം നബിദിന പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നിൻ്റെ സാഹചര്യത്തിൽ അതെല്ലാം പ്രയാസമായിരിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ നമുക്കൊരു നബിദിന സദസ്സ് സംഘടിപ്പിക്കാൻ കഴിയണം. നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മുടെ വീടിൻ്റെ അകത്തളത്തിലേക്ക് ഷഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു വരുത്തണം. അവിടെ ഒരു സദസ്സ് സംഘടിപ്പിച്ച് ഒരു മൗലിദ് ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മളെ പിഞ്ചു കുട്ടികളോട്, നമ്മുടെ വീട്ടിലുള്ള മക്കൾ, പേരക്കുട്ടികളോടൊക്കെ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് പാടാനും പറയാനും പുകഴ്ത്താനും നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ആ ഒരു സന്തോഷം കണ്ട് മദീന മുനവ്വറയിലെ പച്ചക്കുബയുടെ താഴെ അന്ത്യവിശ്രമം ചെയ്യുന്ന ലോകത്തിൻ്റെ നേതാവ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കണം. ആ സന്തോഷത്തിലൂടെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദദ് നമുക്ക് ലഭിക്കണം. ഒരിക്കലും കൊറോണയുടെ പേരിൽ നമുക്ക് റസൂലുള്ളയോടുള്ള ഇഷ്ടം അത് മാറ്റി നിർത്താൻ പാടുള്ളതല്ല. റസൂലുള്ളയോടുള്ള അവിടുത്തെ മൗലിദ് അത് നമുക്ക് മാറ്റി നിർത്താൻ പാടുള്ളതല്ല. നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ടും മൗലിദിൻ്റെ സദസ്സ് സംഘടിപ്പിക്കണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 12 അന്നത്തെ സുബ്ഹിയുടെ സമയത്ത് നമ്മളെല്ലാവരും ഉണർന്ന് ആ ഒരു സമയത്ത് മക്കളെ പേരക്കുട്ടികളൊക്കെ വിളിച്ചുണർത്തി ഒരു സദസ്സ് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി മനസ്സ് വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ലോകത്തേക്ക് ഭൂജാതനായ സമയം അത് റബീഉൽ അവ്വൽ 12 സുബ്ഹിയുടെ സമയത്തായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ ഒന്ന് എണീറ്റിരുന്ന് റസൂലുള്ളാഹിൻ്റെ മേൽ കുറച്ച് മദ്ഹുകൾ പാടി പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിലേക്ക് കരമുയർത്തണം. അതിനുവേണ്ടി നാം സമയം കണ്ടെത്തണം. നിർബന്ധമായിട്ടും റബീഉൽ അവ്വൽ 12 നമ്മൾ അങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ തയ്യാറാവണം. ഇനി അഥവാ ആർക്കെങ്കിലും അന്നത്തെ ദിവസത്ത് ഒരു മൗലിദ് ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് മുമ്പോ അതിന് ശേഷമോ നമ്മൾ റസൂലുള്ളാഹിന്റെ മേൽ ഒരു മൗലിദ് ഓതണം. നിർബന്ധമായിട്ടും നമ്മളെ ഓരോ വീടുകളിലും അങ്ങനത്തെ ഒരു സദസ്സ് സംഘടിപ്പിച്ചു. ഞാൻ റസൂലുള്ളാഹിയോടുള്ള ഇഷ്ടം അത് പ്രകടിപ്പിച്ചവനിൽ പെട്ടവനാണ് എന്ന് സ്വയം നമുക്കൊന്ന് ആസ്വദിക്കാനെങ്കിലും അല്ലെങ്കിൽ സ്വയം നമുക്കൊന്ന് സമാധാനിക്കാനെങ്കിലും നമ്മളൊരു ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. ഒരിക്കലും നമുക്ക് ആ ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല. റബീഉൽ അവ്വൽ 12 ആവുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമെന്നോണം കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കുറച്ച് മിഠായി വാങ്ങിക്കൊടുത്തും അതുപോലെ തന്നെ മറ്റൊക്കെ അവരെ സന്തോഷിപ്പിക്കുക, അവർ പാട്ടും അതുപോലെ തന്നെ ബെയ്ത്തുമായി അള്ളാഹിൻ്റെ റസൂലിനെ സന്തോഷിപ്പിക്കുക. ഇങ്ങനെയൊക്കെ കൂടിയാകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദദ് നമുക്ക് ലഭിക്കും. ആ ഒരു മദദ് കിട്ടിയാൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അതോടുകൂടെ നമ്മുടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി അള്ളാഹുവിനോട് നമ്മുടെ വേവലാതികൾ പറയണം. ലോകത്ത് അള്ളാഹു ഇറക്കിയ അവൻ്റെ ആ ഒരു പരീക്ഷണം അത് ഉയർത്തി ലോക ജനതയ്ക്ക് അള്ളാഹു സംരക്ഷണം നൽകണം, സലാമത്ത് നൽകണം. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ, എൻ്റെ കാമിലായ ഹിഫ്ദ് നൽകണേ അള്ളാഹ്. മുത്ത് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് നൽകി, മുത്ത് റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിറച്ച് ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.